ഹായ് ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൈക്കോലൈസിസ്. ആദ്യം തന്നെ ഞാൻ ബയോകെമിസ്ട്രി സൈക്കിളൊക്കെ എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ആ സൈക്കിളിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിക്കണം. ആ സൈക്കിൾ എന്താണ്, അതിന് വേറെ പേരെന്തെങ്കിലും ഉണ്ടോ, പിന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിൾ പഠിക്കണം. സൈക്കിൾ പഠിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. സൈക്കിൾ പഠിക്കുമ്പം ആദ്യം നമ്മൾ സ്ട്രക്ചറൊന്നും പഠിക്കാണ്ട് ആദ്യം നമ്മൾ അതിൻ്റെ പേര് പഠിക്കുക. നമ്മൾ സ്ട്രക്ചർ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആകെ അവതാളത്തിലാവും കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ പേര് പഠിക്കുക. ആദ്യം സ്ട്രക്ചർ പഠിക്കാണ്ട് പേരിങ്ങനെ പഠിക്കുക. പേര് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോയാൽ മതി. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് കയറിക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ എനർജറ്റിക്സും പഠിക്കാനുണ്ട്, സിഗ്നിഫിക്കൻറ്റും പഠിക്കാനുണ്ട്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഒരു സൈക്കിളിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഗ്ലൈക്കോലൈസിസിൻ്റെ വേറൊരു പേരാണ് EMP പാത്വേ. ഈ ഗ്ലൈക്കോലൈസിസ് എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 2 പൈറുവേറ്റ് മോളിക്യൂൾ ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. അതും എയറോബിക് കണ്ടീഷനിലായിരിക്കും. അതായത് എയറോബിക് കണ്ടീഷനിൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 പൈറുവേറ്റ് മോളിക്യൂളായിട്ട് മാറും. ഇനി അനേറോബിക് കണ്ടീഷനിൽ അത് ലാക്റ്റേറ്റ് ആയിട്ട് മാറും. ഇതിൽ നമുക്ക് ATP, NADH പോലുള്ള ഹൈ എനർജി ഇൻ്റർമീഡിയറ്റ് മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഉണ്ടാകുന്ന പൈറുവേറ്റ് മോളിക്യൂളാണ് നേരെ സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് പോകുന്നത്, അല്ലെ TCAയിലേക്ക് പോകുന്നത്. ഇനി നേരെ നമുക്ക് സൈക്കിളിലേക്ക് പോവാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ അതിൻ്റെ പേരാണ് പഠിക്കേണ്ടത്. പേര് പഠിച്ചു കഴിഞ്ഞിട്ട് സ്ട്രക്ചറിലേക്ക് പോയാൽ മതി. ഗ്ലൈക്കോലൈസിസിൻ്റെ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവേറ്റിലാണ് ഇത് എൻഡ് ചെയ്തത്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. പിന്നെ അത് സ്പ്ലിറ്റ് നടക്കും, 2 മാറും. 2 മാറിയിട്ട് അതിലൊന്നാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്, രണ്ടാമത്തത് ഡീഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. അതിൽ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. പിന്നെ അത് 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. പിന്നെ അത് 2-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. പിന്നെ ഫോസ്ഫോ ഈനോൾ പൈറവേറ്റ് ആയിട്ട് മാറും. പിന്നെ അത് പൈറവേറ്റ് ആയിട്ട് മാറും. ആദ്യം ഇത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈമിനെ കുറിച്ച് പഠിക്കുക. അതും കൂടെ ക്ലബ് ചെയ്തിട്ട് പഠിക്കാം. എങ്ങനെ പഠിക്കും അത്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. എന്തിൻ്റെ ഇതിൽ? ഹെക്സോകൈനേസ് വഴി. ഇനി ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അത് ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ് വഴി. പിന്നെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറും, ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് വഴി. പിന്നെ ആൾഡോലേസ് വഴി അത് സ്പ്ലിറ്റ് ആകും. പിന്നെ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. അത് ഫോസ്ഫോ ഗ്ലിസറോ കൈനേസ് വഴി. പിന്നെ 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് 2-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. അത് ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ് വഴി. പിന്നെ 2-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫോ ഈനോൾ പൈറവേറ്റ് ആയിട്ട് മാറും. അത് ഈനോലൈസ് വഴി. പിന്നെ അത് പൈറവേറ്റ് ആയിട്ട് മാറും. അത് പൈറവേറ്റ് കൈനേസ് ചെയ്തായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അവിടെ ATP യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ നടക്കുന്നത്. ചില സ്റ്റെപ്പിൽ നമ്മൾ ATP യൂസ് ചെയ്യുന്നുണ്ട്. ചിലത്തിൽ NADH ആയിട്ട് മാറും. ചിലതിൽ ADP യൂസ് ചെയ്തിട്ട് ATP സിന്തസൈസ് ചെയ്യും. ഓക്കെ, ഇതിൽ ഹൈ എനർജി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ATPയും NADHും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈക്കിളിന് 3 ഫേസാണ് ഉള്ളത്. ഒന്ന് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്, സ്പ്ലിറ്റിംഗ് ഫേസ്, പിന്നെ എനർജി പ്രൊഡ്യൂസിങ് ഫേസ്. അങ്ങനെ 3 ഫേസാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നേരെ സ്ട്രക്ചറിലേക്ക് പോവുക. സ്ട്രക്ചർ പഠിക്കാനും എളുപ്പം തന്നെയാണ്.
അതിലെന്താ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെയാണ് മാറ്റം വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ആ കാര്യങ്ങളൊന്ന് മൈൻഡിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായി ആ സ്ട്രക്ചർ നമുക്ക് പഠിക്കാൻ പറ്റും. സ്ട്രക്ചറിൽ അത്രേ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 10 മാർക്കിനോ മറ്റും ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്ലൈക്കോലൈസിസ് 10 മാർക്കിനോ മറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ കാര്യം തന്നെ പിന്നെ ഈ ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന റിയാക്ഷൻ എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ, അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം എന്താണെന്നുള്ളതും കൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ 10 മാർക്കിനുള്ള വകയൊക്കെ കിട്ടും. എനർജറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ എൻസൈം യൂസ് ചെയ്തിട്ട് എത്ര ATP യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എനർജി എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്ര എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗ്ലൈക്കോലൈസിസ് പാത്വേൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇതൊരു യൂണിവേഴ്സൽ പാത്വേ ആണ്. പിന്നെ ഇതെല്ലാ ഓർഗാനിസത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഈസ്റ്റ് തൊട്ട് മമ്മയിൽ ഇപ്പം നമ്മളിൽ വരെ എന്ത് നടക്കുന്നുണ്ട്, ഗ്ലൈക്കോലൈസിസ് നടക്കുന്നുണ്ട്. പിന്നെ ഇത് എയറോബിക്കലി നടക്കുന്നുണ്ട്, അനേറോബിക്കലി നടക്കുന്നുണ്ട്. എയറോബിക്കലി ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, പൈറുവേറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അനേറോബിക്കലി ആണെങ്കിൽ ലാക്റ്റേറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഗ്ലൈക്കോലൈസിസ് പാത്വേ നമ്മുടെ ബ്രെയിനിലെല്ലാം എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒന്നാണ്. കാരണം നമ്മുടെ ബ്രെയിനിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന എനർജി ആണല്ലോ. അപ്പോൾ എനർജി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ബ്രെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്ലൈക്കോലൈസിസിൽ നമ്മൾ പഠിക്കാനുള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവരും ഫാർമ ടോക്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.